മേഘങ്ങൾ, കാറ്റുകൾ നയിച്ചു കൊണ്ടുപോകുന്ന കാർമേഘങ്ങളെ കുറിച്ചാണ് അടുത്തത്. കാറ്റുകളാണ് കാർമേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് വഅർസൽന റിയാഹ ലവാഖിഅ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅസ്ഖൈനാകുമൂഹു വമാ അൻതും ലഹു ബിഖാസിനീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുക ഉണ്ടായി, എന്നിട്ട് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും എന്നിട്ട് നിങ്ങൾക്ക് അത് കുടിക്കുമാറാക്കുകയും ചെയ്തു. നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. റിയാഹ, നാം അയച്ചു, റിയാഹ കാറ്റുകളെ, ലവാഖിഹ കാർമേഘങ്ങൾ, മേഘങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നാം ഇറക്കുകയും ചെയ്തു. എവിടെ നിന്ന്? മിനസ്സമാ, ആകാശത്ത് നിന്ന്. മാഅൻ വെള്ളത്തെ. ഫഅസ്ഖൈനാകുമൂഹു, എന്നിട്ട് നാം അതിനെ കുടിപ്പിക്കുമാറ്, നനക്കുമാറാക്കി. വമാ അൻതും ലഹു ബിഖാസിനീൻ, നിങ്ങൾക്ക് അതിന്, വമാ അൻതും നിങ്ങൾ ആയിരുന്നില്ല, ലഹു അതിനെ, ബിഖാസിനീൻ സംഭരിച്ച് വെക്കുന്ന ആളുകൾ, അതിനെ സൂക്ഷിച്ചു വെക്കുന്നവരായിരുന്നില്ല. പക്ഷെ അള്ളാഹു ആണ് ആ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നത് എന്നുള്ളതാണ്. അള്ളാഹു ഇവിടെ ഉപയോഗിച്ച, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ലവാഖിഹ്, വിച്ച് ഈസ് പ്ലൂറൽ ഓഫ് ലഖിഹ്. പദം വന്നത്, അതിന്റെ റൂട്ട് വേർഡ് ലഖാഹ് എന്നതാണ്. ഇറ്റ് മീൻസ് ടു ഇംപ്രഗ്നേറ്റ് ആൻഡ് ഫെക്കുണ്ടേറ്റ് എന്നാണ്. അതായത് ദിസ് ഈസ് ദ കണ്ടസ്റ്റ് ഫ്രം impregnate means that the winds pushes the cloud together, increasing the condensation that causes lightning and thus rain. മഴക്കും ഇതിനൊക്കെ കാറ്റിനൊക്കെ കാരണമാകുന്ന കാർമേഘത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കാറ്റുകളെ അള്ളാഹു ഉപയോഗിച്ചു. അതിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അതേ അർത്ഥം വരുന്ന, അതുമായി ബന്ധപ്പെട്ട് വേറെയും വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ കാണാൻ പറ്റും. അല്ലാഹുല്ലദി, അല്ലാഹു അവൻ യാതൊരുവനാണ്, യുർസിലു റിയാഹ കാറ്റുകളെ അയക്കുന്നവനാണ്, ഫതുസീറു സഹാബൻ, ഫതുസീറു യാനി തഹ്രികഹു വതൻശറഹു, അതായത് കാറ്റുകളെ, മേഘങ്ങളെ അവന് ചലിപ്പിക്കുകയും അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഫയബ്സുതുഹു, ആ മേഘങ്ങളെ എന്ത് ചെയ്യുന്നു? അവന് വ്യാപിപ്പിക്കുന്നു. ഫിസ്സമാ, ആകാശത്ത്. കൈഫ, അവൻ, അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അള്ളാഹു ആ കാറ്റുകളെ, ആ മേഘങ്ങളെ അള്ളാഹു വിശാലമാക്കുന്നു, വ്യാപിപ്പിക്കുന്നു. എന്നിട്ട് വജഅലുഹു കിസഫ, ആ മേഘങ്ങളെ എന്ത് ചെയ്യുന്നു? അവന് അതിനെ തുണ്ടം കഷ്ണം, ഫ്രാഗ്മെന്റ്സ്, കഷ്ണങ്ങളാക്കുന്നു. ഫതറൽ വദ്ഖ, അപ്പൊ നിനക്ക് കാണാം, അൽ വദ്ഖിനെ കാണാം. വദ്ഖ യാനി മത്തർ, മഴ. അപ്പൊ എന്ത് ചെയ്യും? മഴ വരുന്നു. യഖ്റുജു മിൻ ഖിലാലിഹി, അപ്പൊ ആ കാർമേഘത്തിലൂടെ എന്ത് വരുന്നു? മഴ വരുന്നതായിട്ട് നിനക്ക് കാണാം. ഫഇദാ അസ്വാബ ബിഹി മൻ യശാ, ഇതിനെ, ഈ മഴയെ അള്ളാഹു വാദിപ്പിച്ച മൻ യശ, അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് എന്താവും? അപ്പോൾ ആ മഴ ലഭിക്കും. മിൻ ഇബാദിഹി, തന്റെ അടിമയിൽ നിന്നുള്ള. ഇദാഹും യസ്തബ്ശിറൂൻ, അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് ആ മഴ മുഖേന അവർക്ക് സന്തോഷം കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല കാറ്റുകളെ അയച്ച് എന്ത് ചെയ്യുന്നു? മേഘങ്ങളെ നിർമ്മിക്കുന്നു, മേഘങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. ആ മേഘങ്ങൾ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? മേഘങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? ഭാഗങ്ങളാക്കപ്പെട്ടു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു തആല മഴക്കുള്ള, എങ്ങനെയാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല
വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഇനി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് അതിന്റെ ഇത് കാണാം ഇൻഷാ അല്ലാഹ്. ജസ്റ്റ് മിനിറ്റ്. Verse 22 of the chapter of Al-Hijr of the Quran gives us the following news 1400 years ago, when the importance and meaning of fecundating was not known. And we sinned the fecundating winds. Yes, this verse clearly states that winds have a fecundating property. What do scientists say about this news given by the Quran? Let us find out. Scientists state that winds have a fecundating property as follows. There are male and female elements in the flowers of all plants. Fruits occur when the male element fecundates the female. This fecundation takes place thanks to wind. Allah created the seeds of many plants so light as to fly in the presence of even a very light breeze. Pollens, dusts, and seeds of innumerable plant species are carried from one plant to another through winds. Thus, the plants reproduce through fecundation, and their generations are ensured to continue. That is, plants reproduce thanks to the fecundating property of winds. Apart from fecundating plants, winds also fecundate rain clouds to make rain fall down. Until recent times, it was thought that the only relationship between wind and rain was that winds dragged rain clouds. Yes, it was something that could be seen by anyone who watched the movement of the clouds. However, the relationship between wind and rain was not only this. Air bubbles called aerosols form on the surface of seas and other waters due to foaming. They mix with the dust that winds drag from the land and fly toward the upper layers of the atmosphere. These particles, raised by winds, combine with water vapor, and the water vapor condenses around these particles. If it were not for these particles, 100% water vapor could not form clouds. Clouds form when winds fecundate the free water vapor in the air with the particles they carry. After these explanations of science and scientists, let us analyze the issue and find answers to the following questions. 1. When was it discovered that winds had a fecundating property? Answer. It was discovered in the 20th century. 2. Is it possible for a person who could not read nor write to discover this fact 1400 years ago? That which was only discovered in the 20th century? Answer. It is impossible. Only an insane person can claim that it is possible. 3. How can it be explained that the fact that winds have the property of fecundating is mentioned in the Quran if it is not accepted that the Quran is the word of Allah? Answer. It cannot be explained in any way. If the Quran is not accepted to be the word of Allah, neither this information given by the Quran nor any of the other scientific facts can be explained. There are two ways. To accept that a human being who could not read or write knew and discovered 14 centuries ago on his own that winds have the property of fecundating and all of the other scientific facts stated by the Quran. Or to say, the Quran is the book of Allah. All of the news within it is the word of Allah. There is no other possibility. No sane person can accept the first probability, for it is impossible for a human being to know and discover them on his own. Then there is nothing else to do but to accept the second possibility.
This book is the book of Allah, who is Alam al-Ghuyub, the knower of all unseen and unknown things. Yes, this book belongs to the same person who created winds and gave them the duty of fecundating. Everything within this book belongs to him. We believe in and accept it. അള്ളാഹു സുബ്ഹാനഹു വതആല കാറ്റുകളെ, കാർമേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാറ്റുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല അയക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ കണ്ടത്. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ വജഅലഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി فإذا أصاب به من يشاء من عباده إذا هم يستبشرون. അല്ലാഹു അല്ലദീ അവൻ യാതൊരുവനാണ് യുർസിലു റിയാഹ കാറ്റുകളെ അയക്കുന്നവൻ, ഫതുസീറു സഹാബൻ കാർമേഘങ്ങളെയും നയിച്ചുകൊണ്ട്, ഫയബ്സുതുഹു എന്നിട്ട് അതിനെ വ്യാപിപ്പിക്കുന്നു, ഫിസ്സമാഇ കൈഫ യശാ അവന് ഉദ്ദേശിക്കുന്നത് പ്രകാരം ആകാശത്തിൽ വ്യാപിക്കുന്നു. വജഅലഹു കിസഫൻ നേരത്തെ കണ്ടതുപോലെ വാട്ടർ കണങ്ങൾ, അതിന്റെ കാർമേഘം കണങ്ങളായി, ഫതറൽ വദ്ക അപ്പോൾ നിനക്ക് കാണാം മഴയെ, യഖ്റുജു മിൻ ഖിലാലിഹി അതിന്റെ അത് മുഖേന മഴ വരുന്നതായിട്ട് നിനക്ക് കാണാം. ഫഇദാ അസ്വാബ ബിഹി മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അത് അവൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഉദ്ദേശിക്കുന്നവരിലേക്ക് ആ മഴയെ അവൻ എന്ത് ചെയ്യുന്നു, വ്യാപിപ്പിക്കുന്നു, അയക്കുന്നു. ഫഇദാ അസ്വാബ അത് ബാധിച്ച, ബിഹി അത് മുഖേന മയ്യശാഉ മിൻ ഇബാദിഹി തന്റെ അടിമയിൽ നിന്ന്, ഇദാഹും യസ്തബ്ശിറൂൻ അപ്പൊ ആ മഴ മുഖേന അവർ സന്തോഷം കൊള്ളുന്നു. അങ്ങനെ വേറെയും ആയത്തുകളില് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹുവല്ലദീ അവനാകുന്നു, അവൻ വഹുവ അവൻ, അല്ലദീ യാതൊരുവൻ, യുർസിലു റിയാഹ കാറ്റുകളെ അയച്ചവൻ, ബുശ്റം ബൈന യദൈ റഹ്മതി സന്തോഷമായിക്കൊണ്ട് തന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മുമ്പിലായിക്കൊണ്ട് കാറ്റുകളെ അയച്ചവൻ. അപ്പൊ സന്തോഷമായി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മുമ്പാകെ കാറ്റുകളെ അയച്ചവൻ. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ ശക്തമായ കാർമേഘത്തെ വെച്ചുകൊണ്ട്, തിഖാലൻ അതിനെ ശക്തമായ കാർമേഘം, സുഖ്നാഹു അതിനെ നയിക്കുന്നു, ലി ബലദിൻ മയ്യിത്ത് നിർജീവമായ ഡെഡായിട്ടുള്ള രാജ്യത്ത് നിന്ന്, സ്ഥലത്ത് നിന്ന്, ഫഅൻസൽനാ ബിഹി അപ്പൊ അത് മുഖേന എന്ത് ചെയ്യുന്നു, ഫഅൻസൽനാ നാം ഇറക്കുന്നു, ബിഹി മാഅൻ അത് മുഖേന അള്ളാഹു വെള്ളത്തെ അഥവാ മഴ ഇറക്കുന്നു, ഫഅഖ്റജ്നാ എന്നിട്ട് നാം പുറപ്പെടുവിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു, ബിഹി അത് മുഖേന, മിൻ കുല്ലി സമറാത്ത് എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും, എല്ലാ പഴവർഗ്ഗങ്ങളിൽ നിന്നും, കദാലിക അപ്രകാരമാകുന്നു, നുഖ്രിജു നാം പുറത്തു കൊണ്ടുവരുന്നു, അൽ മൗത മരണപ്പെട്ട ആളുകളെ, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ ഉറ്റാലോചിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കുന്ന, അതിനെ ഓർമ്മിക്കുന്ന ആളുകളാവുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചിരുന്നത്. എന്തിനാണ്? അവൻ മഴ ഇറക്കുന്നു, സന്തോഷമായിക്കൊണ്ട് അവന് കാറ്റുകൾ അയക്കുന്നു എന്നൊക്കെ അള്ളാഹു പറയുന്നത് എന്തിനാണ്? നിങ്ങളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാലും എന്താണ്, ഇങ്ങനെയാണ് നിങ്ങളെയും എന്ത് ചെയ്യുക, അവന് പുറത്തു കൊണ്ടുവരാ, ലഅല്ലക്കും തദക്കറൂൻ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ വിവരിച്ചു തരുന്നത്. അപ്പൊ യാഥാർത്ഥ്യമാണ്, മരണമൊക്കെ സംഭവിക്കുന്നതാണ്, ഇനി പുനരുദ്ധാരണമൊക്കെ വീണ്ടും ഒരു റിസറക്ഷൻ വീണ്ടും അത് ഉണ്ടാകും. ഇനിയൊരു നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ജീവിപ്പിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം ഉപമകളൊക്കെ അള്ളാഹു എക്സാമ്പിൾസ് ഒക്കെ വിവരിച്ചു തരുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വഹുവല്ലദീ അവനാകുന്നു, യുർസിലു അയക്കുന്നവൻ, അർറിയാഹ കാറ്റിനെ, ബുശ്റൻ സന്തോഷമായിക്കൊണ്ട്,
പിന്നെയോ ബൈനയദൈ റഹ്മതി, അവന്റെ കാരുണ്യത്തിന്റെ മുമ്പാകെ. ഹത്ത ഇദാ അഖല്ലത്ത്, അഖല്ലത്ത് യാനി ഹംലത്ത്, വഹിക്കുക. ഹത്ത വരെ, ഇദാ അഖല്ലത്ത് സഹാബൻ, കാർമേഘത്തെ വഹിച്ചുകൊണ്ട്, സിക്കാലൻ ഘനമുള്ള, ഹെവി ആയിട്ടുള്ള. സുഖ്നാഹു, അതെന്ത് ചെയ്യുന്നു, വഹിക്കുന്നു, നയിക്കുന്നു, അത് ഡ്രൈവ് ചെയ്യുന്നു, നയിക്കുന്നു. ലി ബലദിൻ, ഒരു രാഷ്ട്രത്തിൽ നിന്ന്, ഒരു നാടിൽ നിന്ന്, മയ്യിത്തിൻ, നിർജീവമായ. ഫഅൻസൽനാ ബിഹി, എന്നിട്ട് നാം അത് മുഖേന ഇറക്കുന്നു, വെള്ളത്തെ. എന്നിട്ട് ഫഖ്റജ്ന, നാം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു, ബിഹി, അത് മുഖേന, മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിൽ നിന്നും, പഴവർഗ്ഗങ്ങളിൽ നിന്നും. കദാലിക നുഖ്രിജുൽ മൗത, അപ്രകാരമാണ് നാം മരണപ്പെട്ട ആളുകളെ ജീവിപ്പിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വേറെയും സൂറത്തുകളിൽ, സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത് വഹുവല്ലദീ, അവനാകുന്നു, അർസല റിയാഹ, അർസല അയച്ചു, യുർസിലു അയക്കുന്നു. ഇവിടെ യുർസിലു എന്നുണ്ട്, അയക്കുന്നു. ഇത് അർസല, അതിന്റെ പാസ്റ്റ് ടെൻസ്, അയച്ചു. വഹുവല്ലദീ, അവനാകുന്നു, അർസല റിയാഹ, കാറ്റിനെ അയച്ചു അവൻ. ബുഷ്റൻ, സന്തോഷമായിക്കൊണ്ട്. ബൈനയദൈ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുമ്പിലായിക്കൊണ്ട്, അവന്റെ, അഥവാ കാറ്റിനെ അയക്കുകയാണ്. എന്താണ് കാരുണ്യം കൊണ്ട് പറഞ്ഞത്? മഴയാണ്. അവൻ റൈനിനെ ഇറക്കുന്നതിന് മുമ്പായി അള്ളാഹു സുബ്ഹാനഹു വതആല കാറ്റിനെ അയക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വഅൻസൽന, എന്നിട്ടോ, മിനസ്സമാഇ മാ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വെള്ളത്തെ ഇറക്കുന്നു. തഹൂറൻ, ശുദ്ധമായ, സ്വച്ഛമായ വെള്ളത്തെ. എന്തിനാ? ലിനുഹിയ ബിഹിൽ, ലിനുഹിയ, അത് മുഖേന ജീവിപ്പിക്കുന്നു. ബൽദത്തൻ, ഒരു നാടിനെ. മൈത്തൻ, നിർജീവമായ, ഡെഡ് ലാൻഡിനെ എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ജീവൻ നൽകുന്നു. എന്നിട്ട് ഒനുസ്ഖിയഹു, അത് മുഖേന നനക്കുന്നു, അല്ലെങ്കിൽ കുടിപ്പിക്കുന്നു. മിമ്മാ ഖലഖനാ അൻആമൻ, നാം സൃഷ്ടിച്ച കന്നുകാലികളിൽ നിന്നും. വഅനാസ്യ കസീറൻ, ധാരാളം മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഴ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുടിപ്പിക്കുകയും നനപ്പിക്കുകയൊക്കെ ആ മഴ മുഖേന ചെയ്യുന്നു. അത് അള്ളാഹുവിന്റെ ആയത്തുകളിൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വേറെ സൂറത്തിൽ വാഖിയ, ഇദാ വഖഅത്തിൽ വാഖിയ എന്ന് പറയുന്ന സൂറത്തിൽ അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ട്, അഫറഅയ്തും, കണ്ടു, അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിലാണ്. അഫറഅയ്തും മാ അല്ലദീ, നിങ്ങൾ വെള്ളത്തെ കുറിച്ച്, തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതായ വെള്ളം കണ്ടിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മുസ്നി മീൻസ് സഹാബ്, കാർ, മേഘം. അൻതും, നിങ്ങളാണോ, അൻസൽതുമൂഹു, അതിനെ ഇറക്കുന്നത്, മിനൽ മുസ്ന്, മേഘത്തിൽ നിന്ന്. മുസ്ന് മീൻസ് സഹാബ്, മേഘം. അൽ മുസ്ന് അസ്സഹാബാണ്. നാം ആണോ, അം നഹ്നു, അതല്ല, നാം ആണോ, അതായത് അള്ളാഹു ആണോ, മുൻസിലൂൻ, ഇറക്കുന്നവൻ. അപ്പൊ അള്ളാഹു ആണോ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കുടിക്കുന്ന വെള്ളം അത് കണ്ടിട്ടില്ലേ? അത് ആകാശത്തിൽ നിന്ന്, മേഘത്തിൽ നിന്ന്, കാർമേഘത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയാണോ ഇറക്കുന്നത്? നിങ്ങളാണോ അത് ഇറക്കുന്നത്? അൻതും, നിങ്ങളാണോ അതിനെ, അൻസൽതുമു, ഇറക്കുന്നത്, മിനൽ മുസ്നി, കാർമേഘത്തിൽ നിന്ന്. അതല്ല, നാം ആണോ, അതായത് അള്ളാഹു ആണോ ഇറക്കുന്നത്? അതല്ല, നിങ്ങളാണോ? അള്ളാഹു ആണ്. നമുക്ക് എന്താ മറുപടി പറയാനുള്ളത്? അള്ളാഹു ആണ്, നമ്മളല്ല, അല്ലെ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറുൻ, അള്ളാഹു ഉദ്ദേശിച്ച, ലൗ, എങ്കിൽ, ഇഫ്, നശാ, നാം ഉദ്ദേശിച്ച്, ജഅൽനാഹു, നാം അതിനെ ഉണ്ടാക്കുമായിരുന്നു, ഉജാജൻ, കയ്പ് രസമുള്ളതിനെ ആക്കുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ? അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ലേ? അപ്പൊ അള്ളാഹു ആ കാർമേഘത്തിൽ നിന്ന് ഇറക്കുന്ന വെള്ളം,
അത് നേരത്തെ പറഞ്ഞു തഹൂറാണ്, ശുദ്ധമായ കുടിക്കാനൊക്കെ പറ്റുന്ന വെള്ളമാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ എന്തുമാക്കുമായിരുന്നു, അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കയ്പുള്ള വെള്ളമാക്കി മാറ്റുമായിരുന്നു. പക്ഷെ എന്നിട്ടും ആ കാർമാർഗത്തിൽ നിന്ന് വെള്ളം വരുന്നത് എന്താണ്, ശുദ്ധമായ വെള്ളമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എന്നിട്ട് അള്ളാഹുവിന് ഫലൗല, എന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലേ, തഷ്കുറൂൻ, അവനെ ശുക്ർ ചെയ്യുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. ഇനി സൂറത്തിൽ മുൽക്ക്, നമ്മൾ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്കിൽ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ, ഇൻ അസ്ബഹ മാഉകും, നിങ്ങളെ അസ്ബഹ തീർന്ന, മാഉകും നിങ്ങളെ വെള്ളം, ഗൗറൻ അതിനെ വറ്റിച്ചു കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ആരാണ് ഉറവ് ജലം, നല്ല ശുദ്ധമായിട്ടുള്ള കിണറ്റിലെ മറ്റൊക്കെ വെള്ളം, ഉറവ് ജലം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുതരാ? നമുക്ക് ആരുമില്ല. നമ്മളെ വെള്ളങ്ങൾ, ഉറവുകളൊക്കെ വറ്റിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, അതിന് ശുദ്ധമായ വെള്ളം നൽകാൻ ആരും തന്നെ ഇല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ അങ്ങനെ അള്ളാഹു ക്രമീകരിച്ചു വെച്ച അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഉണർത്തുകയാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? അവനാണോ ഇറക്കുന്നത് കാർമേഘത്തിൽ നിന്ന്? നിങ്ങളാണോ ഇറക്കുന്നത്? അതായത് നാം ആണോ, അള്ളാഹു ആണോ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്ന ആ കാർമേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം അത് കയ്പ് രസത്തിലുള്ള, ഉപയോഗിക്കാൻ പറ്റാത്തതാക്കുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും ഓക്കെ ജസ്റ്റ് മിനിറ്റ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അത്രയും അനുഗ്രഹം നൽകിയിട്ട് എന്താ ചെയ്യേണ്ടതുള്ളൂ? നിങ്ങൾ അള്ളാഹുവിന് ഗ്രാറ്റ്യൂഡ് ആയിട്ടുള്ള, നന്ദിയുള്ള ആളായി തീരണം. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ത്വാരിഖില് അള്ളാഹു സുബ്ഹാനഹു തആല ആ കാർമേഘം, അള്ളാഹു ഇറക്കുന്ന, വെള്ളത്തെ ഇറക്കുന്ന ആ കാർമേഘത്തെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത് എന്തിനാണ്? നിങ്ങള് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഇതൊക്കെ വിവരിച്ചു തരുന്നത് എന്താണ്? അള്ളാഹുവിന് നന്ദിയുള്ള, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി തീരുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക